എൻ്റെ പേര് ജിൻസ് ജോർജ്. ഇതിൻ്റെ വൈഫ് റോസ്മോൾ ജോൺസൺ. ഞങ്ങൾ താമരശ്ശേരി രൂപതയിൽ മഞ്ചേരി ഇടവകയിലാണ്. സെൻറ്റ് ജോസഫ് എന്നാണ് ഞങ്ങളുടെ ഇടവകയുടെ പേര്. ഞങ്ങൾക്ക് 5 കുട്ടികളാണ്. മൂത്ത ആൾ ഇഷാൻ ജോസഫ്, രണ്ടാമത്തെ ആൾ മോളാണ് നിഹ മറിയം, മൂന്നാമത്തെ ആൾ നദാൻ ഫ്രാൻസിസ്, നാലാമത്തെ ആള് സ്റ്റീവൻ ആന്ത്രേ, അഞ്ചാമത്തെ ആള് ലിയാം ഗബ്രിയേൽ. എൻ്റെ വിവാഹം നടക്കുന്നത് എൻ്റെ 32ാമത്തെ വയസ്സിലാണ്. അപ്പം എനിക്ക് ചെറുപ്പം തൊട്ട് ആക്ച്വലി കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞുങ്ങളെ ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ എനിക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, കുറച്ച് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. എനിക്കൊരു സന്തോഷം നൽകുന്ന ഒരു പാട്ട് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ കൂടുതലുള്ളപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് കുട്ടികൾ, 5 കുട്ടികൾ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് കുട്ടികൾ വേണം എന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്ന പ്ലാന്. റോസിനെ ഞാൻ എൻ്റെ കൂടെ ഞങ്ങളൊന്നിച്ച് വിവാഹത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുട്ടികൾ കുറച്ച് കൂടുതൽ വേണമെന്ന് അവൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കതിനെപ്പറ്റി പിന്നെ അങ്ങനെ കൺസേൺ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റമോളാ. അപ്പോൾ ചെറുതിലെ മുതൽ എൻ്റെ കൂടെ കളിക്കാനിരിക്കുന്ന അമ്മയാണ്. അപ്പോൾ അമ്മയും ഞാനും തമ്മിൽ കളിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ എങ്ങനെ തോന്നിയെന്നറിയില്ല, അപ്പം മുതൽ എനിക്ക് 5 പിള്ളേരാണ് കളിക്കുമ്പോൾ. പിന്നെ അത് അങ്ങനെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ മനസ്സിലേക്ക് കയറി വന്നു. പിന്നെ കുറച്ചും കൂടി ഒരു ടീനേജൊക്കെ ആയ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ സിബ്ലിങ്സിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആവും. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല പറയാൻ. എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം മനസ്സിനുള്ളിൽ നമുക്ക് വന്നൊരു കാര്യമാണ്, നമുക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേര് വേണം, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. അതിൽ നിന്നാണ് കല്യാണം കഴിയുമ്പോൾ എനിക്ക് 5 കുട്ടികൾ വേണം എന്നൊരു ആഗ്രഹത്തിലേക്ക് വന്നത്. മൂത്ത ആളുടെ പേര് ഇഷാൻ ജോസഫ് എന്നാണ്. അവനിപ്പം 3ാം ക്ലാസ്സിലേക്കാണ്. ഇഷാൻ ആണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രീഷ്യസ് എന്ന് പറയുന്നത് ഇഷാനാണ്. ഇഷാൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ലൈഫ് ഭയങ്കര രസകരമായിട്ട് മാറിയത്. പുള്ളി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളാണ്, നല്ല ബ്രില്യൻ്റ് ആണ് ആൾ. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനും അതിനെ പ്രതികരിക്കാനും നമ്മുടെ അടുത്ത് വന്നിരുന്ന് എന്താണെന്ന് ചോദിക്കുക, അങ്ങനെ പുള്ളി കുറച്ചുകൂടെ ഞങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളുടെ. രണ്ടാമത്തെ ആള് നിഹ മറിയം. നിഹ നന്നായിട്ട് ഡാൻസ് കളിക്കും, പഠിത്തത്തിൽ അവൾ മിടുക്കിയാണ്. പിന്നെ അവളുടെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവളാണ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഷെയറിങ് മെൻറ്റാലിറ്റിയും. അവൾക്ക് എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിലും മറ്റൊരാൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ അവൾക്ക് ഭയങ്കര ഒരു മനസ്സാണ്. അത് ഞങ്ങൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. 3ാമത്തെ ആളാണ് ഞങ്ങളുടെ വീട്ടിലെ ഹീറോ, നദാൻ ഫ്രാൻസിസ്. പുള്ളി ഭയങ്കര കൊമേഡിയനാണ്. എല്ലാ കാര്യത്തിലും പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. 4ാമത്തെ ആള് സ്റ്റീവൻ ആന്ത്രേ. അവൻ പ്രായത്തെ കവിഞ്ഞ ഒരു പക്വത കാണിക്കുന്ന ഒരാളാണ്. ഇപ്പം അവന് 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ അവൻ്റെതായ എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യാനാണ് അവന് ഏറ്റവും ഇഷ്ടം. 5ാമത്തെ ആള് ലിയാം ഗബ്രിയേൽ. ഇപ്പം കഴിഞ്ഞ ദിവസം 10 മാസമായി. കഴിഞ്ഞ ദിവസമായിരുന്നു മാമോദിസ. താമരശ്ശേരി മെത്രാപ്പൊലീത്ത റംജൂസ് പിതാവായിരുന്നു ബാപ്റ്റിസം ബ്ലെസ് ചെയ്തത്. പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയുക, എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങും, ആര് വന്നാലും അവരുടെ കൂടെ പോവും, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല, കരച്ചിലോ ബഹളങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പൈസ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ പലപ്പോഴും ഓരോ കുഞ്ഞ് വരുമ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുങ്ങുന്ന അവസ്ഥയിലാണ് ഓരോ കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. പലപ്പോഴും പ്രഗ്നൻസി ടൈമിലൊക്കെ അതിൻ്റെ ഡെലിവറി ടൈമൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ടൈമൊക്കെ ആയിരിക്കും. പക്ഷെ അതൊരു ഹോപ്പാണ്. ജിൻസേട്ടൻ എന്നോട് പറയും, ഒന്നും പേടിക്കണ്ട, എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കും, ഇതുവരെ ഇത്രയും നടത്തിച്ചില്ലേ, ഇനി മുന്നോട്ട് നടത്തിക്കുന്നു പറയും. സാമ്പത്തികം ആക്ച്വലി ഭയങ്കര നീഡാണ്. നമുക്കിപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്, സാമ്പത്തികം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പം
ആ റെസ്പോൺസിബിലിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ആദ്യത്തെ പ്രഗ്നൻസി തുടങ്ങി ലാസ്റ്റ് 5ാമത്തെ കുഞ്ഞിൻ്റെ ഒരു പ്രസവം വരെ ചിലപ്പോൾ ഓർക്കുമ്പോൾ അതൊരു മിറക്കിളായിട്ട് തോന്നും. കാരണം അതിന്